അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ ആണ്. സോ ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഗൗരവം മീൻസ് എനിക്ക് നേരിട്ട ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ വന്നിട്ട് എൻ്റെ വണ്ടി ബജാജിൻ്റെ ഫ്രീഡം 125 CNG ആണെന്നറിയാമല്ലോ. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഏകദേശം 6 സർവീസ് കഴിഞ്ഞു. 3 സർവീസ് ഫ്രീയും അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയ്ഡ് സർവീസും കഴിഞ്ഞു. സോ ഈ ഒരു സമയത്തുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ CNGക്ക് തുടക്കം ഞാൻ എടുത്ത സമയത്ത് ആകെ തിരുവനന്തപുരത്ത് ഒരു സർവീസ് സെൻറ്ററിൽ മാത്രമേ CNG സർവീസ് ചെയ്യുള്ളായിരുന്നുള്ളൂ തുടക്കം. അപ്പോൾ അത് DPI എന്ന് പറയുന്ന ജഗതിയിലുള്ള ഒരു സർവീസ് സെൻ്ററാണ് ബജാജിൻ്റെ. അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓക്കെ. പിന്നെ ബാക്കി കുറച്ച് ദൂരമാണ്, ഈ നെടുമങ്ങാട് അങ്ങോട്ടൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ആദ്യമൊക്കെ നൈസായിട്ട് സർവീസ് ചെയ്ത് തന്നു. ഒന്നാമത്തെ സർവീസിനൊന്നും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല, പക്ക സ്മൂത്തായിട്ട് പോയി. സെക്കൻഡ് സർവീസ് ആയ സമയത്ത് അവരൊരു മീറ്റപ്പ് വിളിച്ച് വരുത്തി. സോ അവരൊരു മീറ്റപ്പ് വിളിച്ച് വരുത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് തർക്കിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു, എന്തിനാണ് തർക്കിക്കുന്നത്, ജസ്റ്റ് നല്ല വണ്ടിയല്ലേ കമ്പനി ഇറക്കിയത്. അപ്പോൾ അവരെല്ലാം സർവീസ് മോശം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് നന്നായിട്ട് സർവീസ് ചെയ്ത് തന്നു, എനിക്ക് വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. അപ്പം തുടക്കം ഫസ്റ്റ് സർവീസ് എനിക്ക് ഓക്കെയാണ്. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതങ്ങനെയാണ്, സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ വണ്ടിയുടെ മൈലേജ് കുറയുമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ, വണ്ടിയുടെ മൈലേജ് കുറയും. പിന്നെ അവർ പറഞ്ഞ കാര്യം ഈ വണ്ടിയുടെ സെപ്പറേറ്റ് ഓയിലാണ്, അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന നോർമൽ ഓയിലല്ല, ഈ വണ്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ അവിടുന്ന് CNGയുടെ വണ്ടി ഓക്കെ. പിന്നെ CNGയുടെ വണ്ടിയല്ലേ, വെറുതെ ഈ പറയുന്ന വെളിയിലുള്ള വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് പണി മേടിക്കേണ്ട, അല്ലെങ്കിൽ അവരും അല്ല ഗ്യാസ് ഊരി വിടുക ചെയ്യണമെങ്കിൽ പണിയാവുമെന്ന് കരുതി വേണ്ടാന്ന് വെച്ച് ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ഇവർ ഒരു 1000 രൂപയുടെ കൂപ്പൺ തന്നു. അതായത് ഏകദേശം ജനുവരി 20-ാം തീയതിക്കകത്ത് നമുക്ക് ആ ഒരു കൂപ്പൺ കൊണ്ട് റിഡീം ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് 1000 രൂപയുടെ കൂപ്പണാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആ കൂപ്പണിൽ വ്യക്തമായിട്ട് 1000 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കൂപ്പണിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഞാനത് വലിച്ചേറി കളഞ്ഞു ദേഷ്യത്തിന്. കാരണം എന്ന് പറഞ്ഞാൽ അവർ തന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15 20 എങ്ങാണ്ടായിരുന്നു. ആ സമയത്ത് അവർ ആ ഒരു കൂപ്പൺ ഇട്ട് തന്നിട്ട് പറഞ്ഞു ജനുവരി 20-നകത്ത് നിങ്ങൾ പോയി ഇത് സർവീസ് ചെയ്യുമ്പോൾ റിഡീം ചെയ്യണം. എനിക്ക് അപ്പോഴേ രണ്ടാമത്തെ സർവീസ് ആയതേ ഉള്ളൂ. അപ്പം ഞാൻ ആ കൂപ്പണും കൊണ്ട് ചെന്നു. ആ കൂപ്പൺ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തേർഡ് സർവീസ് ഫ്രീ അല്ലേ, സോ ഈ തേർഡ് സർവീസ് പോലെ തന്നെയാണ് ഈ കൂപ്പൺ, വേറെ വ്യത്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വന്ന കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ഫ്രീ സർവീസ് എന്ന് പറയുമ്പോഴും ഓയിലിന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. അതായത് അറൗണ്ട് ഒരു 900 രൂപയോളം എനിക്ക് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും അവർ പൈസ വാങ്ങിക്കും. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ച ഓയിലല്ലേ, ഓക്കെ ഡൺ, അത് കൊടുത്തു. അതിന് പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ എല്ലാ കമ്പനികളും ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ് നമ്മളെ ഉഡായിപ്പിക്കേഷനാണ്. അതായത് ഫ്രീ സർവീസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഏകദേശം കുറച്ച് പൊട്ടുപൊടി പണികളും ഒരു വാട്ടർ വാഷുമാണ്. അത് എനിക്ക് പറ്റിയ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് സർവീസിന് അവിടെ ചെന്നപ്പോൾ അവർ എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് വണ്ടി വെളിയിറക്കി. അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചു വണ്ടി എന്നിട്ട് ക്ലീൻ അല്ല. അത് വാട്ടർ വാഷിന് ആളില്ല. എന്തവസ്ഥയാണെന്ന് ആലോചിക്കണം. സർവീസിന് രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ട് വൈകുന്നേരം എനിക്ക് ആ വണ്ടി തിരിച്ചു തന്ന സമയത്ത് പറയാണ് വാട്ടർ വാഷിന് ആളില്ലെന്ന്. എന്നിട്ട് ബില്ലിൽ വാട്ടർ വാഷിൻ്റെ പൈസ ഒക്കെ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു ബില്ലിൽ വാട്ടർ വാഷിൻ്റെ പൈസ ഇട്ടേക്കുന്നു, വാട്ടർ വാഷ് ചെയ്ത് തന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക്, അതായത് ആ ബില്ലടിക്കുന്ന സ്റ്റാഫിന് അറിയാം അന്നത്തെ ദിവസം അവിടെ വാട്ടർ വാഷിന് ആളില്ലാതെ. എന്നിട്ട് അവരെല്ലാ വണ്ടിയിലും ഈ പറയുന്ന വാട്ടർ വാഷിന് പൈസ ഇട്ട് വരാണ്. ഇത് നോക്കാത്ത കസ്റ്റമർ പേ ചെയ്തിട്ട് പോകും. ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെയാണ് ഒരു 120 രൂപ കുറച്ച് തന്നാൽ മതി. 120 രൂപ വെട്ടി. അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഫ്രീ സർവീസിൻ്റെ വാട്ടർ വാഷ് അവിടെ പെൻഡിങ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എനിക്കൊരു കൂപ്പൺ കിട്ടി, ഇതൊരു 20 ദിവസത്തിനകത്ത് കൊടുക്കണം, അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് തീരും. അത് ബ്രോ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്തുതരാം. പിന്നെ ആ കൂപ്പൺ എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ കൂപ്പണിന് വാട്ടർ വാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു 1000 രൂപയുടെ കൂപ്പണിന് വാട്ടർ വാഷോ? അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ ശരി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ ദിവസം ചെന്നു. അപ്പോൾ അന്ന് പറഞ്ഞു അന്നും വാട്ടർ വാഷിന് ആളില്ല. അവസ്ഥ ആലോചിച്ച് നോക്കണം. ഏകദേശം ഞാൻ അവിടെ 3-4 തവണ പോയിട്ട് വാട്ടർ വാഷിന് ആളില്ല. ഒടുക്കം ഞാൻ ആ എഴുതുന്ന പേപ്പർ ഫോട്ടോ എടുത്തു. കാരണം ഒരിക്കൽ എൻ്റെ അത് പൈസ വാങ്ങിച്ചിട്ട് വാട്ടർ വാഷ് പോലും തന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം. പൈസ വാങ്ങിച്ചിട്ട് വാട്ടർ വാഷ് പോലും നേരം അവിടെ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് അവരെ എഴുതി തന്നു വാട്ടർ വാഷ് പെൻഡിങ്. അപ്പം ഞാൻ അടുത്ത സർവീസിൽ വാട്ടർ വാഷ് ചെയ്ത സമയത്ത് ഞാനിത് കാണിച്ചിട്ട് ആ പൈസ കുറപ്പിച്ചു അവരെ കൊണ്ട്. അപ്പോൾ എനിക്ക് വാട്ടർ വാഷ് ചെയ്ത് തന്നു. അപ്പോൾ 3 സർവീസ് കഴിഞ്ഞു. പിന്നെ ഈ ഒരു കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഈ കൂപ്പണിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, അവർ കളഞ്ഞു. ഓക്കെ ശരി, സമ്മതിച്ചു. അപ്പോഴാണ് ഞാൻ ശിവരാത്രിയിലൊന്ന് ചെന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് സ്കിഡായി ഒന്ന് വീഴുന്നത്. വീട് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയിൽ CNGയുടെ റീഡിങ് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. CNGയുടെ മറ്റേ FLS സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു. ആ CNGയുടെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. പെട്രോളും CNG ആയിട്ട് മാറുന്നത് കറക്റ്റല്ല. അപ്പോൾ ഞാൻ ഷോറൂമിൽ ഒരു ദിവസം ചെന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ രാവിലെ കൊണ്ടുവരണം, രാവിലെ ഒരു 8-8:30 ഒക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ 9 മണിക്ക് കൊണ്ടുവന്നാലേ ഇവിടെ CNGയുടെ ആളുള്ളൂ, അപ്പോഴേ ഇവർ CNG നന്നാക്കി തരുള്ളൂ. ഓ ശരി, സമ്മതിച്ചു.
ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ സൊമാറ്റോ ഓടുന്നതുകൊണ്ട് എനിക്ക് ഒരു മാസം പോലും വേണ്ട 5000 കിലോമീറ്റർ ആവാൻ. 5000 കിലോമീറ്ററിലാണ് നമുക്ക് ഓയിൽ മാറാനുള്ളത് CNG. അപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു ചെന്നപ്പോൾ ഞാനൊരു അവിടെ ആളൊന്നും വന്നില്ല. 9 മണി, അതായത് 8:45 ഞാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ആൾ വന്നിട്ടില്ല. അപ്പോൾ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയുടെ കയ്യിൽ എല്ലാ കംപ്ലയിൻറ്റും ഞാൻ എഴുതി കൊടുത്തു. വണ്ടിക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എപ്പോഴും പെട്രോളും CNG സ്വിച്ച് ആവുന്നുണ്ട്, ചുമ്മാ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം നമുക്ക് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ FLS സപ്പോർട്ടിൻ്റെ എറർ, CNGയുടെ ഇത് റീഡിങ് കറക്റ്റ് അല്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രൈറ്റ്നസ് ശരിയല്ല. ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ചുമ്മാ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയും റീസെറ്റ് ആയിട്ട് മൊത്തം ഡിസ്പ്ലേ ഇല്ലാത്ത പോലെ കാണിക്കും. ഒരു ദിവസം ഞാൻ അവിടെ ഉച്ചയ്ക്ക് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവർ അപ്പോഴേ തന്നെ മാറ്റി തന്നു. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എഴുതി കൊടുത്തപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ആ ഒരു ലിസ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചു. എൻ്റെ ആ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 9:30-10 മണിയായപ്പോൾ എന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ എനിക്കൊരു 3-3:30 വണ്ടി വേണം. ഞാൻ പറഞ്ഞു രാവിലെ 9 മണിക്ക് കൊടുത്തൊരു വണ്ടിയാണ്, ജസ്റ്റ് നോർമൽ സർവീസ്, അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ഒരു 3 മണിക്ക് വണ്ടി വേണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ ചെയ്തു വെച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു സർവീസിൽ അപ്പോഴും വാട്ടർ വാഷിന് ആളില്ല, അപ്പോഴും വാട്ടർ വാഷ് ചെയ്തിട്ടില്ല, ചെയിൻ ലൂബ് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, രാവിലെ നമ്മൾ ഒരു ദിവസം കളഞ്ഞ് സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് ചെയിന് ലൂബ് ചെയ്തിട്ടില്ല, വാട്ടർ വാഷ് ചെയ്തിട്ടില്ല, വണ്ടിയിൽ ഞാൻ പറഞ്ഞ ഈ കംപ്ലൈൻറ്റുകളൊന്നും മാറ്റിയിട്ടുമില്ല. വണ്ടി ഞാനൊരു 3 മണിയായപ്പോൾ വിളിക്കുന്നു, സ്വിച്ച് ഓഫ്. ഞാൻ എത്ര സമയം വിളിച്ചെന്നറിയാമോ? അവിടുത്തെ 4:30-5 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയി. എന്നെ ആ സർവീസ് സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചില്ല. സാധാരണ അതായത് രാവിലെ ഒരു 10 മണിക്ക് വിളിച്ചാൽ പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല. അവിടുത്തെ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ ബില്ല് പോലും വെച്ചിട്ടില്ലെന്ന്. ആലോചിക്കണം, നമുക്ക് സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ഒരു വെള്ള കാർഡ് എടുത്തില്ലേ, ഒരു വെള്ള സംഭവം, അത് എഴുതിയിട്ടില്ല, അത് കീറിയിട്ടില്ല. കാരണം 8:45 ഞാൻ കൊടുത്തപ്പോൾ എനിക്കത് തന്നിട്ടില്ല. കാരണം അത് ഷോപ്പ് വരാത്തതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവർക്ക് കൺഫ്യൂഷൻ. അവർ പറയുന്നു എൻ്റെ വണ്ടി അവിടെ കിട്ടിയിട്ടില്ല, ബില്ലിങ്ങിന് ഇടുന്ന സ്റ്റാഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ വണ്ടി അവിടെ അകത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അകത്ത് പോയി പറയാം. ഞാൻ പിന്നെ ബാക്കിൽ കൂടെ കയറി അകത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു നിങ്ങൾ ബില്ലിങ്ങിൻ്റെ അവിടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് എടാ ഇതിൻ്റെ ബില്ല് എവിടെ, അതിൻ്റെ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 1200, 1300 രൂപയൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി ഒരു 1300, 1500 രൂപ അടുപ്പിച്ചിട്ടായിരുന്നു. ഞാനോ ശരി എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് കുറച്ച് അങ്ങ് മൂവ് ചെയ്തപ്പോൾ എനിക്ക് ഈ പറയുന്ന വണ്ടിയുടെ ഞാൻ കൊടുത്ത ഒരു കംപ്ലൈൻറ്റും അവർ മാറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം ആയപ്പോൾ എന്നെ വിളിക്കുന്നു അവിടുന്ന്, എങ്ങനെയുണ്ട് സർവീസ് എന്നൊക്കെ. ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെ കുറേ തവണ വിളിച്ചല്ലോ. അപ്പോൾ ആ പയ്യൻ പറയുവാണ് എൻ്റെ അടുത്ത്, ബ്രോ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു സർവീസ് സെൻറ്ററിൽ അവർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയത്. എനിക്ക് അങ്ങോട്ട് വല്ലാതെ വന്നു. പിന്നെ ആരോടും അങ്ങനെ ചൂടാവുന്നില്ല, തെറി വിളിക്കത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു നേച്ചറാണ്. എന്നെ കൊണ്ടുപോലും ഒരു തെറി വിളിപ്പിക്കും. അവിടെ ഞാൻ വേണ്ടാന്ന് വെച്ച് കളഞ്ഞു. ശരി പുല്ല് പോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലോങ് പോകണമായിരുന്നു. അന്ന് April 11 ഈ പറയുന്ന ഞാൻ ആലപ്പുഴ വരെ പോയത്. ഞാൻ പറഞ്ഞു ഒന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അവിടെ ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സൊമാറ്റോ ഓടാനുള്ളതല്ലേ എല്ലാ ദിവസവും. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവീസ് സെൻറ്റർ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 5 സർവീസായി ഏകദേശം. അപ്പോൾ ഞാനിത് 6ാമത്തെ സർവീസിന് ഞാൻ കൊണ്ട് കയറി. ഇപ്പോൾ 19-ാം തീയതി, അതാണ് കോമഡി. 19-ാം തീയതി 6ാമത്തെ സർവീസ്, എനിക്ക് 25,000 കിലോമീറ്ററായി. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, ഓൾറെഡി എൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ പോയിരിക്കുവാണ്. സോ അതെനിക്കിപ്പം മാറാം. കാരണം എനിക്ക് 18,000 ആയപ്പോഴേ അവർ പറഞ്ഞു മാറാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കഴിയട്ടെ. കാരണം എനിക്ക് 19-20 ഒരു പ്രശ്നമില്ല. 25,000 ആയപ്പോൾ എനിക്കത് മാറാം. പിന്നെ അവർ പറഞ്ഞിട്ട് ഞാൻ മാറാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ കൊടുത്തപ്പോൾ ആ പയ്യൻ പറയുകയാണ്, ബ്രോ ഒരുപാട് വണ്ടിയുണ്ട്, ഇന്നൊന്നും നടക്കത്തില്ല, തന്നിട്ട് പോവാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തരാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു വണ്ടി നോർമൽ ഒരു സർവീസ് ചെയ്യാനായിട്ട് 2-3 ദിവസമൊക്കെ വേണോ? അത് ഭയങ്കര തിരക്കാണ്, ശരിയാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓയിൽ മാറിത്തരാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അവർ അങ്ങോട്ട് പോയി, അവർ ഓയിൽ മാറി, ചെയിൻ ലൂബ് ചെയ്തു, നോർമൽ സർവീസ് എന്ന് പറഞ്ഞ് ചെയ്തു. എന്നിട്ട് 1500 സംതിങ് രൂപ ബില്ലിട്ട് തന്നു. ആ ബില്ല് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ചെയിന് ലൂബ് ചെയ്തു. ലൂബ് ചെയ്ത അവർക്ക് ഈ ചെയിന് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയിൻ ഐഡിയ ഉണ്ട്, ചെയിന് ലൂസാണെന്ന് അറിഞ്ഞൂടെ? അതാണ് എൻ്റെ ചോദ്യം. അവരെന്നിട്ട് ഞാൻ അതേപോലെ 12:30-1 മണി കഴിഞ്ഞപ്പം വിളിക്കുന്നു, എന്തായി കാര്യങ്ങൾ? അപ്പോഴും സ്വിച്ച് ഓഫ്. ഞാൻ അതിൻ്റെ വീഡിയോ, ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തേക്കാം. ഞാൻ ഏകദേശം 3-3:30 ആയപ്പോൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോഴവിടെ എടുത്തു. 3:30 കഴിഞ്ഞു, 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് അവർ എടുത്ത് പറഞ്ഞു ആ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. ഞാൻ വന്ന് ബില്ല് കൊടുത്ത് വണ്ടി എടുത്ത് കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി
ചെയിനിൽ ലൂബും ചെയ്തിട്ടില്ല, ഓയിൽ ഇട്ടിട്ടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ചെയിന് ഒരു സൗണ്ട്, നമ്മുടെ ഈ മെറ്റൽ ഉരയുമ്പോൾ ഒരു സൗണ്ട് വരത്തില്ല. ലൂബ് ചെയ്താൽ അങ്ങനെ വരത്തില്ല ഒരിക്കലും. എനിക്ക് ഒരു ദിവസം മൊത്തം ഇങ്ങനെ ചെയിൻ ഇങ്ങനെ വണ്ടി എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എനിക്ക് സൊമാറ്റോയിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒടുക്കം ഞാൻ CNG അടിക്കുന്ന പമ്പിൻ്റെ അടുത്തൊരു ചെറിയൊരു സർവീസ് സെൻ്റർ ഉണ്ട്. അതായത് ചെറിയൊരു നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന കടയില്ലേ, അവിടെ ഞാൻ പറഞ്ഞു ബ്രോ ചെയിനിൽ എനിക്ക് കുറച്ച് ഓയിൽ ഇട്ട് തരുമോ. അപ്പോൾ അവർ ചെയിനിൽ കുറച്ച് ഓയിലിട്ടപ്പോൾ ചെയിന് പക്കാ സ്മൂത്തായി. ആലോചിച്ച് നോക്കണം, പക്കാ സ്മൂത്തായി. ചെയിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് പിന്നെ കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചെയിന് മാറ്റി തരണമെന്ന്. എനിക്ക് ഈ ചെയിന് ലൂബ് ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ ചെയിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുക നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ആരുടെ പറഞ്ഞു? അത് സാറിൻ്റെ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല, നമ്മൾ തങ്ങളിൽ പറഞ്ഞെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് അതങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് വല്ലാതെ, ഇവർ തങ്ങളിൽ പറയണ എന്തിനാണ്? ഇവർക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നെ പറയുക, അല്ലെങ്കിൽ വന്ന് പറയുക, അല്ലെങ്കിൽ ഇത്ര ചെയിന് ഇതാവും. ഇവർ 15,000 കിലോമീറ്റർ ആയപ്പോൾ അല്ലെങ്കിൽ 16,000 ആ സമയത്ത് ഇവർ പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്തപ്പോൾ. ഇപ്പോൾ കുഴപ്പമുണ്ടാക്കി കയറി ചെന്നപ്പോൾ ഇവർ അത് പറഞ്ഞില്ല. അവിടെ ഞാൻ അതിൻ്റെ ബില്ല് 13-ാം തീയതിയാണ് ഞാൻ സർവീസ് ചെയ്തത്. 13-ാം തീയതി സർവീസ് ചെയ്തിട്ട് ഞാൻ 14-15 ഞാൻ കൊണ്ട് ചെന്നു. ഞാൻ പറഞ്ഞു ബ്രോ 2 ദിവസം പോലും ആയില്ല ഞാൻ സർവീസ് ചെയ്തിട്ട്, എനിക്കിതാണ് ഇഷ്യൂ. അപ്പോൾ ആ പുള്ളിക്കാരൻ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോയിട്ട് തിങ്കളാഴ്ച വാ, തിങ്കളാഴ്ച ചെയിനും ഇതൊക്കെ മാറ്റിത്തരാം. ചെയിനും സോക്കറ്റും മാറ്റി പോയി തിങ്കളാഴ്ച വരെ. അങ്ങനെ എനിക്ക് ഈ പറയുന്ന ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ദിവസം അടുപ്പിച്ച് എനിക്ക് പോയി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല നേരെ വണ്ണം. അങ്ങനെ ഏകദേശം ഞാൻ ടോട്ടലി സൊമാറ്റോ എനിക്ക് അങ്ങനെ സൊമാറ്റോ ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എന്ത് കുന്തം, വണ്ടി തിങ്കളാഴ്ച ശരിയാവുമല്ലോ എന്ന് കരുതി നോക്കിയിരുന്നു. എന്നിട്ട് തിങ്കളാഴ്ച ആവാൻ കാത്തിരുന്നു. തിങ്കളാഴ്ച ഞാൻ വിളിച്ച് ചോദിച്ചു അവിടെ, കാരണം ഇനി ചെല്ലുമ്പോൾ ഇനി ഇല്ല എന്ന് പറഞ്ഞാലോ. ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെയിനും സോക്കറ്റൊക്കെ ഉണ്ട്, ചെന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:30 സൊമാറ്റോ 1:45 ഓഫാക്കിയിട്ട് നേരെ ഉച്ചയ്ക്ക് കയറി ചെന്നു. ഉച്ചയ്ക്ക് കയറി ചെന്നപ്പോൾ അവർ പറയുന്നു ഇവിടെ ഇന്ന് 3 പേര് ലീവാണ്. തിങ്കളാഴ്ച ദിവസം ആലോചിക്കണം, ഇവിടെ ഇന്ന് 3 പേര് ലീവാണ്. സോ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റില്ല, വണ്ടി തന്നിട്ട് പോകണമെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്തു വെച്ചേക്കാണ്. ഇങ്ങനെ എന്ത് കെയർലെസ് ആയിട്ടാണ് പറയുന്നത്. വണ്ടി തന്നിട്ട് പോകണമെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്തു വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു ബ്രോ ഒരു ചെയിനും സോക്കറ്റും ഇവിടെ എത്ര സമയം വേണം? അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, നാളെയൊക്കെ ആവും, പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ആ പുള്ളിയോട് ചോദിച്ചു ചെയിൻ സോക്കറ്റ് ഉണ്ടല്ലോ ഞാൻ വെളിയിൽ നിന്നിട്ടോളാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചെയിൻ സോക്കറ്റ് വാങ്ങിച്ചിട്ട് വേറൊരു ബജാജിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്, അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെയിൻ സോക്കറ്റ് ഒന്നും സ്റ്റോക്കില്ല, നിങ്ങൾ വെളിയിൽ നിന്ന് വല്ലതും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നെടുമങ്ങോട് പോയി വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നെടുമങ്ങാട് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ അവർ ഇട്ട് തരാം, അല്ലെങ്കിൽ അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഈ DPIയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ചെയിൻ സോക്കറ്റ് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് ചെയിൻ സോക്കറ്റ് ഒന്ന് ഇട്ട് തരണം. ഉച്ചയ്ക്ക് 1:30-2 മണിക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബ്രോ നാളെ തരാം. ഞാൻ പറഞ്ഞു ബ്രോ ഒരു ചെയിൻ സോക്കറ്റ് ഇവിടെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും സമയം? അത് കുറച്ച് സമയം എടുക്കും ബ്രോ, ഒരു 3-5 മണിക്കൂർ എടുക്കും. 3-5 മണിക്കൂർ ആ ചെയിൻ സോക്കറ്റ് ഇടുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എനിക്കിന്ന് വേണം, എനിക്കിന്ന് വൈകുന്നേരം 6 മണിക്കകത്ത് കിട്ടിയേ പറ്റൂ, എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഓക്കെ നോക്കട്ടെ, നിങ്ങൾ തന്നാൽ മതി, ഞാൻ വിളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഒന്ന് അകത്ത് പോയി ചോദിച്ചിട്ടോ, എനിക്കിത് വൈകുന്നേരം 5-6 മണിക്ക് കിട്ടിയേ പറ്റും, വൈകുന്നേരം സൊമാറ്റോ ഓർഡർ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ പിന്നെ ഓക്കെ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ചെയിനും സോക്കറ്റും എല്ലാം കൊടുത്ത് ഞാൻ അവിടുന്ന് ബൈക്ക് അവിടെ കൊടുത്തിട്ട് വീട്ടിൽ വരാം, കാരണം 5 മണി വരെ അവിടെ ഇരിക്കണം എന്തിനാണ്. ഞാൻ ബസ്സിൽ കയറി പകുതി എത്തിയപ്പം സർവീസ് സെൻ്ററിൽ നിന്ന് വിളിക്കുന്നു, അവർക്കെന്തോ ഒരു ബുഷ് വേണം പോലും. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഈ ഒരു ബുഷ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത്, അതായത് സ്പെയർ പാർട്സ് വിത്ത് സർവീസ് സെൻ്ററാണ് ഈ പറയുന്ന ബജാജിന് രണ്ടിടത്തും, DPIയിലാണെങ്കിലും ശരി, ഞാനിപ്പോൾ പോയ കൈമനത്താണെങ്കിലും ശരി. അപ്പോൾ അവിടെ അതില്ലെന്നും അവർ തന്നെ കട പറഞ്ഞു തന്നു എനിക്ക്. പിന്നെ ഞാൻ ബസ്സിൽ പോയി വീട്ടിലിറങ്ങി വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് നേരെ തിരിച്ച് വന്ന് ഈ പറയുന്ന സ്പെയർ പാർട്സിൻ്റെ ഈ കടയിൽ കയറി ഈ ബുഷും വാങ്ങിച്ച് തിരിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ വീണ്ടും ബസ് കയറി തിരിച്ച് വൈകുന്നേരം 5:30 വന്നപ്പോൾ ഒരു ചെയിൻ സോക്കറ്റ് വിടാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 828 രൂപ വാങ്ങിച്ചു. എങ്ങനെ ഇരിക്കണം ഒരു ചെയിൻ സോക്കറ്റ് വിടാനായിട്ട്? ഇതിൻ്റെയൊക്കെ ബില്ല് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കി നോക്ക്. ഒരു ചെയിൻ സോക്കറ്റ് വിടാൻ ഞാൻ എച്ചിത്തരം പറയുന്നതല്ല, പക്ഷേ ഇങ്ങനെ ഇട്ട് നമ്മുടെ സമയം ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഇട്ട് മൊത്തം നശിപ്പിക്കരുത്. അതായത് ഒരു ബജാജ് മൊത്തത്തിലുള്ളൊരു കമ്പനിയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, ഒരു പുതിയ വണ്ടി ഇറക്കി ഒരു 7-8 മാസമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കടയിൽ ഈ പറയുന്ന ചെയിനും സോക്കറ്റും കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടിയുടെ ആവശ്യത്തിനുള്ള സ്പെയർ പാർട്സ് കൊടുക്കുക, ഇതൊന്നും ചെയ്യരുത്.
കേട്ടോ. ഒരു പുതിയ വണ്ടി ഇറക്കി ആ വണ്ടിയുടെ വിലയും കൂട്ടി. ഞാൻ എടുത്തപ്പോൾ 1.35 ഇപ്പോൾ 42-45 വരെ കൂട്ടി ഫുൾ ഓപ്ഷനിൽ. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട്, CNG അത്രയ്ക്ക് ഇതുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂ എന്നാൽ സർവീസ് സെൻ്ററിലുള്ളവർ ഇങ്ങനെയാണ് കാണിക്കണം. എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും സ്ഥിരം കംപ്ലൈൻറ്റുകളെല്ലാം ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ ആ ടൈം ശരിയല്ല, ആ ഡിസ്പ്ലേ ശരിയല്ല, തോന്നിയ മാസം കണക്ക് പെട്രോളും CNG ചുമ്മാ മാറിക്കൊണ്ടിരിക്കണം. CNG പെട്രോളും മാറും, അതൊരു ലിമിറ്റുണ്ട്. അത് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോഴേ മാറത്തുള്ളൂ. അത് തുടക്കത്തിലൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ തോന്നിയ ദിവസം കണക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ അതാ പുതിയ ചെയിനും സോക്കറ്റ് ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. പിന്നെ വണ്ടി നൈസാണ്, വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി 90-95 കിലോമീറ്റർ മൈലേജ് ഇപ്പോഴും തരുന്നുണ്ട്. ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് മാത്രം കൊണ്ടുപോകുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വണ്ടി പുതിയ എടുത്തതല്ലേ, 25,000 കിലോമീറ്റർ ആയില്ലേ. ഓരോ ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ. പക്ഷേ എനിക്ക് അത്രയൊന്നും മനസ്സിലായി. ഇവർ ഈ സർവീസ് സെൻറ്റേഴ്സ് ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. ഇതെൻ്റെ സമയം, എൻ്റെ 1-2 ആഴ്ച ഞാൻ ഇതിൻ്റെ പിറകെ നടന്നു പോയി. ഇതിപ്പോൾ ഇവർ ഈ പറയുന്ന ചെയിനും സോക്കറ്റും എല്ലാം കൂടെ ആദ്യമേ ഈ പറയുന്ന ഫസ്റ്റ് ഞാൻ കൊടുത്ത അന്ന് ഞാൻ എനിക്ക് മാറി തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ 800 രൂപ 5 ദിവസമൊന്നും പോകത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇതൊരു സർവീസ് സെൻറ്റർ തുറന്നു വെച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ വാട്ടർ വാഷിന് ആളില്ല, അവിടെ ചെല്ലുമ്പോൾ സർവീസ് ചെയ്യാൻ ആളില്ല. പിന്നെ എന്ത് കോപ്പിനാണ് ഇവർ സർവീസ് സെൻറ്റേഴ്സ് തുറന്നു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ബൈക്കൊക്കെ അങ്ങ് വാങ്ങിക്കും, ബൈക്കൊക്കെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും പറയണം, അയ്യോ വാട്ടർ വാഷ് ചെയ്തിട്ടില്ല. എന്ത് അവസ്ഥയാണെന്ന് നോക്കിയാൽ. തൊട്ടടുത്തൊരു ഡോമിനോറിൻ്റെ ഒരു പയ്യൻ വന്ന് നിൽക്കുമായിരുന്നു. ഇത്ര 15 ദിവസം മുന്നോ 10 ദിവസം മുന്നോ കൊടുത്തത്. ആ പയ്യൻ ഉച്ചയ്ക്ക് വന്ന് നിന്നിട്ട് പറയുന്നു വെയിറ്റ് ചെയ്യാൻ, വാട്ടർ വാഷ് ചെയ്തില്ലെന്ന്. ഇത് ഇവരെന്താണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, സർവീസ് സെൻറ്റേഴ്സ് അല്ലേ. ഇപ്പോൾ അവർക്ക് പറയാൻ ന്യായം കാണും. നേരത്തെ വാട്ടർ വാഷൊക്കെ ചെയ്ത് വെച്ചാൽ പൊടിയടിക്കും. അറ്റ്ലീസ്റ്റ് ആ പയ്യൻ രാവിലെ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് വന്നത്. അപ്പോഴെങ്കിലും ഒന്നും ചെയ്യാം. ഇപ്പോൾ എൻ്റെ വണ്ടി അതേപോലെ തന്നെ, ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ വണ്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വന്നു, എല്ലാ ബില്ലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ വാട്ടർ വാഷ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ വീണ്ടും ഒരു 1.5 മണിക്കൂർ അവിടെ ഇങ്ങനെ നിൽക്കണം കുറ്റി അടിച്ചണക്ക്. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നമ്മളിങ്ങനെ ചുമ്മാ അടക്കല്ലേ. അപ്പോൾ എനിവേ പറയാനുള്ള അത്രയും പറഞ്ഞു. ഞാനതൊന്നും പറയണ്ട, വീഡിയോ ചെയ്യണ്ട. പക്ഷേ ഒരു വണ്ടി ബജാജിൻ്റെ എടുക്കുക. ബജാജ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ബജാജിൻ്റെ ഒരു പ്ലാറ്റിനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആദ്യത്തെ 3 സർവീസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുക്കില്ല. ഞാൻ പ്ലാറ്റിനം കൊണ്ടുവച്ച് വേറെ കടയിൽ കൊടുക്കുമായിരുന്നു. അവരെനിക്ക് സ്മൂത്തായിട്ട് ചെയ്ത് തരുമായിരുന്നു. കാരണം അല്ലാതെ ഇവർ നടപ്പിലാവില്ല. സർവീസ് സെൻറ്റേഴ്സ് പൈസയും വാങ്ങിക്കും, എന്നാൽ നേരം വണ്ണം ചെയ്ത് തരത്തില്ല. എനിവേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ഇത്രയും നാൾ ഞാൻ വണ്ടിയെക്കുറിച്ച് ഇപ്പോഴും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. വലിയ കാര്യങ്ങൾ, വണ്ടിയൊക്കെ അടിപൊളി, വേറെ വിഷയമൊന്നുമില്ല. സർവീസ് സെൻറ്റേഴ്സ് ബെറ്റർ ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് CNGക്ക് എന്നല്ല, എല്ലാ വണ്ടിക്കും. ബജാജിന് പൊതുവേ സർവീസ് സെൻറ്റേഴ്സ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള മെയിൻ ഏരിയയിലുള്ള എല്ലാം ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണലി. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ചൂടാകത്തില്ല. ഒരുപാട് പേര് അവിടെ തർക്കിക്കുന്നു, ചൂടാവുന്നു, മാനേജറിനെ വിളിക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സർവീസ് സെൻറ്റേഴ്സിൽ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ബാഡ് സർവീസ്, ഒരു ദുരന്തം സർവീസിൻ്റെ. അപ്പോൾ ബൈ ബൈ, ടാറ്റ.